ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 17 ശ്ലോകം 9. കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ ഒടുവിൽ നമ്മൾ കണ്ടു, ഭഗവാന്റെ ആ അത്ഭുതമായിട്ടുള്ള രൂപം മുന്നിൽ കണ്ട ധ്രുവകുമാരൻ ആകെ പരിഭ്രമിച്ചു. കുട്ടിയുടെ ഉള്ളിൽ നിന്നും ഒരു ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല. അപ്പോൾ ഭഗവാൻ കാരുണ്യത്തോടുകൂടി തൻ്റെ ദിവ്യമായ പാഞ്ചജന്യത്താൽ ധ്രുവൻ്റെ കവിളത്ത് തടവി. ആ നിമിഷം ധ്രുവൻ്റെ ഉള്ളിൽ സകല വിദ്യയും വിജ്ഞാനവും ഒക്കെ ഉണർന്നു. അതീവ ശ്രേഷ്ഠങ്ങളായിട്ടുള്ള ശ്ലോകങ്ങൾ കൊണ്ട് ധ്രുവൻ ഭഗവാനെ സ്തുതിച്ചു. ഭഗവാൻ ധ്രുവനെ അനുഗ്രഹിച്ചു. നീ ദീർഘകാലം ആഗ്രഹിച്ചതുപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള രാജാവായി നാട് ഭരിക്കുക. അതിനുശേഷം 36,000 വർഷം ഭരിച്ചതിന് ശേഷം ഏറ്റവും വലിയ സ്ഥാനമായിട്ടുള്ള ധ്രുവപദം എന്ന നിനക്ക് വേണ്ടി ഞാനൊരു ലോകം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അവിടുന്ന് മടക്കമില്ലാത്ത ആ സ്ഥാനത്തെ സന്തോഷത്തോടു കൂടി അനുഭവിക്കുക എന്ന് പറഞ്ഞ് ഭഗവാൻ മറഞ്ഞുപോയി. ഭഗവാൻ പോയതിന് ശേഷം എന്തുണ്ടായി എന്നാണ് ഈ ശ്ലോകം. ഭാഗവതത്തിൽ പറയണത്, ധ്രുവന് അല്പം വിഷമായി. വലിയൊരു ചക്രവർത്തിയുടെ മുന്നിൽ പോയിട്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒരു പിടി പതിരെ എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയില്ലേ. ഭഗവാനോട് ഭക്തിയായിരുന്നു ചോദിക്കേണ്ടത്. അതിന് പകരം ഞാൻ ഭൗതികമായിട്ടുള്ള സുഖങ്ങൾ നൽകുന്ന രാജസിംഹാസനല്ലേ മനസ്സിൽ ആഗ്രഹിച്ചത്, അതല്ലേ ഭഗവാൻ തന്നത് എന്നുള്ള ആ ഒരു വിഷമത്തോടു കൂടി, എന്നാലും കുട്ടി സന്തോഷത്തോടു കൂടി നാട്ടിലേക്ക് രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഈ വിവരങ്ങൾ ഭടന്മാരിൽ നിന്നൊക്കെ അറിഞ്ഞ ഉത്താനപാദ മഹാരാജാവ് ആനയും അമ്പാരിയും സകല സുന്ദരമായിട്ടുള്ള എല്ലാ വസ്തുക്കളോടും കൂടി ധ്രുവകുമാരനെ സ്വീകരിക്കാൻ കാട്ടിലേക്ക് പുറപ്പെട്ടു. അമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു കൂടെ. സുരുചിയുടെ മനസ്സൊക്കെ വളരെ നല്ലതായി മാറി. സുരുചി ധ്രുവനെ ആലിംഗനം ചെയ്ത്, ധ്രുവ നീ ദീർഘായുസ്സായിരിക്കൂ എന്നൊക്കെ പറഞ്ഞു. ധ്രുവൻ ആരോടും ഒരു വിഷമവും ഉണ്ടായില്ല. അങ്ങനെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നു. കുറച്ചു കാലം കൂടിയും ഉത്താനപാദ മഹാരാജാവ് രാജ്യം ഭരിച്ചതിന് ശേഷം ധ്രുവകുമാരനെ പ്രായപൂർത്തിയായപ്പോൾ രാജാവായിട്ട് അഭിഷേകം ചെയ്ത് മഹാരാജാവ് ഉത്താനപാദൻ കാട്ടിലേക്ക് തപസ്സിനായി പോവുകയും ചെയ്തു. അതാണ് ഈ ശ്ലോകത്തിലുള്ളത്. ശ്ലോകം: ഇത്യൂചുഷി ത്വയി ഗദേ നൃപനന്ദനോസൗ ആനന്ദിതാഖിലജനോ നഗരീം ഉപേദ രേമേ ചിരം ഭവദനുഗ്രഹപൂർണകാമ താദേ ഗദേ ചവനം ആധൃതരാജ്യഭാര. അർത്ഥം നോക്കാം. ഇത്യൂചുഷി ത്വയി ഗദേ, ഇപ്രകാരം ഊചിഷി പറഞ്ഞുകൊണ്ട്, ഗദേ അസൗ ത്വയ് അവിടുന്ന് ഭഗവാനെ അങ്ങ് പോയി മറഞ്ഞപ്പോൾ, അസൗ നൃപനന്ദന ഈ ധ്രുവരാജകുമാരൻ, ആനന്ദിത അഖില ജന നഗരീം ഉപേദ സകല ആനന്ദം കൊണ്ടും നിറഞ്ഞിട്ടുള്ള ജനങ്ങളോട് കൂടി അവർ സ്വീകരിച്ചപ്പോൾ നഗരത്തിലേക്ക് പ്രവേശിച്ചു. ഉപേദ നഗരീം ഉപേദ ഭവദനുഗ്രഹ പൂർണ്ണകാമ അങ്ങയുടെ അനുഗ്രഹം സിദ്ധിച്ച കുട്ടിയാണ്. ആഗ്രഹങ്ങളൊക്കെ പൂർണ്ണമായതാണ്. അങ്ങനെ താദേവനം ഗതി അങ്ങനെ കുറച്ച് കാലം കൊട്ടാരത്തിൽ സുഖമായി വസിച്ചു. രാജാവിന് പ്രായമായി. ധ്രുവനെ രാജാഭിഷേകം നടത്തി. താദേവനം ഗതി ആ ഉത്താനപാദ രാജാവ് വനത്തിലേക്ക് പ്രവേശിച്ചു പോയി. വാനപ്രസ്ഥത്തിന് പോയപ്പോൾ ആധൃത രാജ്യഭാരം ഏറ്റെടുത്തു ധ്രുവൻ. ചിരം രേമി ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം കാലം 36,000 സംവത്സരക്കാലം സുഖമായി ഏറ്റവും ഉത്തമമായി രാജ്യം ഭരിക്കുകയും ചെയ്തു. രാജസിംഹാസനത്തിൽ ഒന്നിരിക്കണം എന്ന് മാത്രം ആഗ്രഹിച്ച് തപസ് ചെയ്ത കുട്ടിക്ക് ഭഗവാൻ എന്താണ് വാരിക്കോരി അനുഗ്രഹങ്ങൾ കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ ആർത്തനായാലും അർത്ഥം ചോദിക്കുന്നവനായാലും ആരായാലും ഭഗവാൻ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ നമുക്ക് വേണ്ടതൊക്കെ തരും. എന്നാൽ
ഭഗവാനോട് ചോദിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ഭക്തി ഉണ്ടാകണേ എന്നത് തന്നെയാണ്. ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഇത്യൂജുഷി ത്വയി ഗതേ നൃപനന്ദനോസൗ. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അങ്ങ് പോയപ്പോൾ ഭഗവാനെ, ആ നൃപനന്ദനായിട്ടുള്ള ധ്രുവൻ ആനന്ദിതാഖിലജനോ നഗരീമുപേദ, ആനന്ദിക്കുന്ന സകല ജനങ്ങളോടും കൂടി നഗരിയിലേക്ക്, കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. രേമേ ചിരം, അനവധി കാലം രാജ്യം ഭരിച്ചു. ഭവദനുഗ്രഹ പൂർണ്ണകാമ, അവിടുത്തെ അനുഗ്രഹത്തോടുകൂടി ആഗ്രഹങ്ങളെല്ലാം സാധിച്ചുകൊണ്ട് അങ്ങനെ രാജ്യം ഭരിച്ചുവല്ലോ. സ്ഥാതേ ഗതേ ചവനമാതൃത രാജ്യഭാര, അങ്ങയെ രാജ്യം ഏൽപ്പിച്ചുകൊണ്ട് രാജസ്ഥാനം രാജാഭിഷേകം ചെയ്തതിന് ശേഷം ഉത്താനപാദ രാജാവ് വനത്തിലേക്ക് തപസ്സിനായി പോവുകയും ചെയ്തു. ഇനി അടുത്ത ശ്ലോകം 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, അനവധി കാലം അങ്ങനെ ഭൗതികത, ഗാർഹസ്ഥ്യം അങ്ങനെ ജീവിച്ച ആ ധ്രുവനെ കുറച്ച് മായ പ്രവേശിച്ചു ധ്രുവൻ്റെ മനസ്സിലേക്ക്. അതിന് ഒരു കാര്യവും ഉണ്ടായി. ധ്രുവൻ്റെ സഹോദരനായിട്ടുള്ള ഉത്തമന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നായാട്ടായിരുന്നു. അങ്ങനെ നായാട്ടിന് പോയി കാടിൻ്റെ ഉള്ളിലേക്ക് പോയി യക്ഷന്മാരോട് യുദ്ധം ചെയ്ത് ഒരു യക്ഷൻ ഈ ഉത്തമനെ വധിച്ചു. അപ്പോൾ ആ വിവരമറിഞ്ഞ സുരുചി മകനെ അന്വേഷിച്ച് പോയി കാട്ടുതീയിൽ പെട്ട് മരിക്കുകയും ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ കേട്ട ധ്രുവൻ യുദ്ധത്തിന് പോവാണ്. ഒരു യക്ഷനാണ് വധിച്ചതെങ്കിൽ, ഉത്തമനെ കൊന്നതെങ്കിലും എല്ലാ യക്ഷന്മാരെയും വധിക്കും എന്നുള്ള ആ തീരുമാനത്തോടു കൂടി ധ്രുവൻ കഠിനമായിട്ട് യുദ്ധം ചെയ്യണം. യക്ഷന്മാരുടെ കുലം എന്തൊക്കെ മായ പ്രയോഗിച്ചിട്ടും ഒന്നും കാര്യമില്ല. നാരായണാസ്ത്രം വരെ ധ്രുവൻ പ്രയോഗിക്കുന്നത് കണ്ടപ്പോൾ ധ്രുവൻ്റെ പിതാവായിട്ടുള്ള ഉത്താനപാദൻ്റെ അച്ഛനായിട്ടുള്ള സ്വയംഭുവ മനു അവിടെ പ്രത്യക്ഷപ്പെടുകയും, അയ്യോ, ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ആളിങ്ങനെ കോപിഷ്ഠനാവാമോ? എല്ലാം ഇപ്പോൾ ഉത്തമൻ മരിച്ചതും യക്ഷന്മാർ യുദ്ധത്തിന് വന്നതും ഒക്കെ ഭഗവാന്റെ ഇച്ഛയാണ്. അതിനുള്ളൊക്കെ നീ ചെയ്തു കഴിഞ്ഞു, ഇനി നിർത്തൂ, യുദ്ധം നിർത്തൂ എന്ന മുത്തച്ഛൻ്റെ വാക്ക് കേട്ടതും ധ്രുവൻ യുദ്ധം നിർത്തി. ആ ഒരു അനുസരണയിലും സന്തോഷിച്ചുകൊണ്ട് ആ ഭാഗത്ത് യക്ഷന്മാരുടെ നേതാവായിട്ടുള്ള കുബേരൻ, അളകാപുരിയുടെ നാഥൻ, അവിടെ പ്രത്യക്ഷപ്പെടുകയും ധ്രുവനെ വളരെയധികം അഭിനന്ദിക്കുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും എന്തെങ്കിലും വരം ചോദിക്കൂ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ധ്രുവൻ അന്ന് തനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു വരം ഇവിടെ ചോദിക്കുകയാണ്. എനിക്ക് മറ്റൊന്നും വേണ്ട, അങ്ങ് ധനധനാണ്, എല്ലാ ധനവും സമ്പത്തും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ആളാണ്. പക്ഷെ എനിക്കതൊന്നും വേണ്ട, എനിക്ക് ഭഗവത് ഭക്തി, സുദൃഢമായിട്ടുള്ള ഭഗവത് ഭക്തി മാത്രം മതി എന്ന് പറയുകയും കുബേരൻ അത് അനുഗ്രഹിച്ച് ദാനം ചെയ്ത് മറയുകയും ചെയ്തു. ശ്ലോകം നോക്കാം. യക്ഷേണ ദേവ നിഹതേ പുനരുത്തമേസ്മിൻ യക്ഷൈ സയുദ്ധനിരതോ വിരതോ മനൂക്ത്യാ ശാന്ത്യാ പ്രസന്നഹൃദയാത് ധനദാത് ഉപേദാത് ത്വദ്ഭക്തിം ഏവ സുദൃഢാം അവൃണോത് മഹാത്മാ. അർത്ഥം: യക്ഷേണ അസ്മിൻ ഉത്തമേ നിഹതേ. ഒരു യക്ഷനാൽ ഉത്തമൻ വധിക്കപ്പെട്ടു. നിഹതേ, വധിക്കപ്പെട്ടപ്പോൾ. യക്ഷൈ യുദ്ധനിരത മനൂക്ത്യ, എല്ലാ യക്ഷന്മാരോടും ഈ യുദ്ധത്തിൽ ധ്രുവൻ ഏർപ്പെട്ടു. അനേകം യക്ഷന്മാരെ കൊന്നൊടുക്കി. മനൂക്ത്യ, വിരത, തൻ്റെ മുത്തച്ഛനായിട്ടുള്ള സ്വയംഭുവ മനു അവിടെ വരികയും അരുത് എന്ന് പറഞ്ഞപ്പോൾ വിരത, യുദ്ധത്തിൽ നിന്നും വിരമിക്കുകയും ചെയ്ത സ, ആ മഹാത്മാവായിട്ടുള്ള ധ്രുവൻ, സ മഹാത്മാ ശാന്ത്യാ പ്രസന്ന ഹൃദയാത്, മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് ശാന്തി വന്നു, ശാന്തനായി, യുദ്ധത്തിൻ്റെ ആ ദേഷ്യമൊക്കെ നിർത്തി. ഉപേദാത് ധനദാത്, അത് കണ്ട് സന്തോഷിച്ച് അടുത്ത് വന്ന ധനധൻ, വൈശ്രവണൻ അല്ലെങ്കിൽ കുബേരൻ, ആ കുബേരനിൽ നിന്നും ധനധനിൽ നിന്നും സുദൃഢാം ഭക്തിം ഏവ, അങ്ങയിലുള്ള ഭക്തിയെ മാത്രം, മറ്റൊന്നും വരിച്ചില്ല, ആ ഭക്തിയെ മാത്രം അവൃണോത്, വരിക്കുകയുണ്ടായല്ലോ
വിധിയുടെ കളികൾ കണ്ടില്ലേ? ഒരു മകനെ സിംഹാസനത്തിലിരുത്താൻ വേണ്ടിയിട്ട് ഈ ധ്രുവകുമാരനെ ഓടിപ്പിച്ച ആ മകൻ്റെ സ്ഥിതി എന്തായി? സുരുചിയുടെ സ്ഥിതി എന്തായി? ധ്രുവൻ എവിടെ എത്തി? എല്ലാം ഭഗവാന്റെ ഇച്ഛയാണ്. അപ്പോൾ ഭഗവത് ഭക്തി കൊണ്ട് നേടാൻ സാധിക്കാത്തതായിട്ടൊന്നുമില്ല. നേടാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഭൗതികതയ്ക്ക് വേണ്ടിയിട്ടല്ല, നമ്മളുടെ സന്തോഷത്തിന്, ഏറ്റവും നിലനിൽക്കുന്ന ശാശ്വതമായിട്ടുള്ള സമാധാനത്തിന് ഭഗവത് ഭക്തി ഉണ്ടാകണേ എന്നതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള, ഏറ്റവും ഉത്തമമായിട്ടുള്ള പ്രാർത്ഥന. ശ്ലോകം ഒന്നും കൂടി നോക്കാം. യക്ഷേണ ദേവനിഹതേ പുനരുത്തമേ അസ്മിൻ യക്ഷൈസ യുദ്ധനിരതോ വിരതോ മനൂക്ത്യാ ശാന്ത്യാ പ്രസന്ന ഹൃദയാത് ധനദാത്